ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പയ്യന്നൂർ കോറോം സ്വദേശി ഗിരീഷ് അറസ്റ്റിലായി. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിൽ പോയ സിറാജുദ്ദീൻ ഉടൻ കീഴടങ്ങിയേക്കും. പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഡിവൈഎസ്പി. പോലീസ് ഉപദ്രവത്തിന് തെളിവില്ല എന്ന വാദം ഉന്നയിച്ച ഡിവൈഎസ്പി മർദ്ദനമേറ്റ മുകേഷിന് കിട്ടാനുള്ള മുഴുവൻ തുകയും CPO അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങി നൽകി. 4000 രൂപ മാത്രം നൽകുമെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ആദ്യ നിബന്ധന. പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയത് എന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം ജന്മദിനം. മോദിയുടെ ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് BJP. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം വരെ നീണ്ടു നിൽക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. 2 ദിവസത്തെ UK സന്ദർശനത്തിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പത്നി മെലാനിയയും ലണ്ടനിലെത്തി. വിൻസർ കാസിലിൽ ചാൾസ് രാജാവും രാജ്ഞി കമിലയുമായി ഇന്ന് ട്രംപ് കൂടിക്കാഴ്ച നടത്തും. നാളെ UK പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമായും ചർച്ച നടത്തും. ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ശക്തം. ഇന്ത്യ അമേരിക്ക താരിഫ് ചർച്ചയിൽ അയഞ്ഞ അമേരിക്ക. ഇരുവിഭാഗവും പോസിറ്റീവ് എന്നാണ് ചർച്ചയെ വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ നിന്നും ചോളം വാങ്ങണമെന്ന നിർദ്ദേശം പ്രതിനിധി സംഘം മുന്നോട്ട് വെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാക് സൈനിക മേധാവി അസിം മുനീറും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 25-ന് UN പൊതുസമ്മേളനത്തിനിടയിലാകും കൂടിക്കാഴ്ച.